ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. ഷിപ്പിംഗ് കൂടുതൽ ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഷിപ്പിംഗ് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ ഷിപ്പിംഗ് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. മാത്രമല്ല ഒരുപാട് കണ്ടെയ്നേഴ്സ് നമുക്ക് ഇതിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഷിപ്പിങ്ങിൻ്റെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഷിപ്പിംഗ് ഒക്കെ ഏറ്റവും ആദ്യം തന്നെ ആരംഭിക്കുന്നത് പായ്ക്കപ്പലുകൾ എന്ന് പറയുന്ന ഷിപ്പുകളിലായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ പായ്ക്കപ്പലാണ്. ഈ പായ്ക്കപ്പൽ എന്ന് പറയുന്നത് വിൻഡിൻ്റെ സഹായത്തോടു കൂടി മാസ്റ്റൊക്കെ കെട്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഷിപ്പാണ് ഈ പായ്ക്കപ്പൽ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇതിൽ എഞ്ചിൻ യൂസ് ചെയ്യാൻ തുടങ്ങി, സ്റ്റീം എഞ്ചിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബേൺ ചെയ്തുകൊണ്ടിരുന്ന കൽക്കരിയായിരുന്നു. അപ്പോൾ കൽക്കരി കത്തിച്ചിട്ടുള്ള അതിൻ്റെ പുകയുമായി പോകുന്ന ടൈറ്റാനിക്കിൻ്റെ ഷിപ്പുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ അതിന് ചിത്രങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ പൊല്യൂഷൻ വളരെ കൂടുതലായിരുന്നു. ഷിപ്പിലെ ഫ്യൂവൽസ് പിന്നീട് വീണ്ടും മാറിക്കൊണ്ടിരുന്നു. നമ്മുടെ കൽക്കരി ഫ്യൂവൽസിൽ കൽക്കരി കത്തിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തിന് നമ്മൾ ബങ്കർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഷിപ്പിലെ ഈ ഒരു കപ്പലിലെ യാത്രക്കാരുടെ അല്ലെങ്കിൽ കപ്പലിലെ പട്ടാളക്കാരുടെയൊക്കെ അവരുടെ എക്യുപ്മെൻറ്റ്സ്, അവരുടെ അമ്യൂണേഷൻസ് ഒക്കെ വെച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പറയുന്ന സ്ഥലം. അതിനെ ബങ്കർ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് ഷിപ്പിങ്ങിൻ്റെ ഫ്യൂവലിംഗ് പ്രോസസ്സിന് നമ്മൾ ബങ്കറിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള ബങ്കറുകൾ നമ്മൾ ഷിപ്പിൽ ഉപയോഗിക്കാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽസാണ്. ഈ ക്രൂഡ് ഓയിൽസിന് തന്നെ HFO എന്ന് പറയുന്ന ഹെവി ഫ്യൂവൽ ഓയിൽ എന്ന് പറയുന്ന നല്ല എനർജി ഉള്ള, നല്ല പവർ ഉള്ള, എങ്കിൽ വളരെ വിസ്കസ് ആയിട്ടുള്ള, പൊല്യൂഷൻസ് ഒരുപാട് കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫ്യൂവൽസാണ് പിന്നീട് കണ്ടത്. 2020 ആയപ്പോഴത്തേക്കും IMO ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞു നമുക്ക് ഇത്രയ്ക്കും സൾഫർ ഡയോക്സൈഡിൻ്റെ എമിഷൻ കൂടുതലുള്ള ഇത്തരം HFO ഫ്യൂവൽസ് ഉപയോഗിക്കാൻ പാടില്ല. SOXൻ്റെ എമിഷൻ, സൾഫർ ഡയോക്സൈഡിൻ്റെ എമിഷൻ കൃത്യമായിട്ട് കുറയ്ക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പല ഷിപ്പുകളിലും HFO മാറ്റിയിട്ട് വെരി ലോ സൾഫർ ഫ്യൂവൽ കണ്ടന്റുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഷിപ്പിൻ്റെ ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് തന്നെയാണ്. ഷിപ്പിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് ഒരുപാട് കൂടുന്നതനുസരിച്ച് ഷിപ്പിംഗ് കമ്പനീസിന് ഒരുപാട് തലവേദനയായി മാറി. എങ്കിലും കൂടുതൽ ക്ലീൻ ഫ്യൂവൽസ് യൂസ് ചെയ്യുക എന്നുള്ള നോംസ് കീപ്പ് ചെയ്യാനായിട്ട് പല ആൾക്കാരും LNG ഫ്യൂവൽസിലോട്ട് മാറി. കുറച്ച് പേരൊക്കെ LNG മാറ്റി മെത്തനോൾ, അമോണിയ ഇങ്ങനെയുള്ള പല ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് യൂസ് ചെയ്ത് തുടങ്ങി. ഈ ഇടയ്ക്കാണ് നമ്മൾ ആ ന്യൂസ് കണ്ടത്. സ്വീഡനിലുള്ളൊരു കമ്പനി ബാർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഷിപ്പിൽ യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ വിമാനത്തിൻ്റെ പോലെയുള്ള ചിറകുകൾ നമ്മൾ ഷിപ്പിൽ കൊടുത്തിരിക്കുകയാണ്. 2 സൈഡിലുമുള്ള ചിറകുകളല്ല, പകരം ഷിപ്പിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു മാസ്റ്റ് പോലെ. എങ്കിലത് തുണി കൊണ്ടുള്ള മാസ്റ്റ് അല്ല, ഒരു ഇരുമ്പ് സ്റ്റീൽ കൊണ്ടുള്ള നമ്മുടെ ഷിപ്പിൻ്റെ വിങ്സ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഷിപ്പിൽ വിൻഡിൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ടെക്നോളജിയാണിത്. വെർട്ടിക്കലായിട്ടുള്ള ഇത്തരം വിങ്സിൽ വിൻഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഷിപ്പിനൊരു അപ്ത്രസ്റ്റ് കിട്ടുകയും ഷിപ്പിനെ മുന്നോട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. ഇത്തരം ടെക്നോളജിയുള്ള വിൻഡ് അസിസ്റ്റഡ് ആയിട്ടുള്ള ഓഷ്യൻ ബേഡ് എന്ന് പറയുന്ന ഷിപ്പുകൾ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2026 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 6000 കാർ ക്യാരി ചെയ്യുന്ന റോറോ ഷിപ്പ് ഇറക്കുക എന്നുള്ളതാണ് ഓഷ്യൻ ബേഡ് എന്ന് പറയുന്ന ഇത്തരം ഷിപ്പുകൾ